നീ മാത്സിന് മോശമാണെന്ന് പ്രൊഫസർ ശർമ്മ പറയുന്ന കേട്ടല്ലോ, ശരിയാണോ? നല്ലോണം പഠിക്കണം കേട്ടോ. അയ്യോ, മോളെ നെറ്റിയിൽ എന്ത് പറ്റി? അതെ, മോൾ അടങ്ങി ഒതുങ്ങി ഒരിടത്ത് ഇരുന്നിട്ട് വേണ്ടേ? ഞാൻ പറഞ്ഞോളാം. സ്കൂളിൽ ഓടിയപ്പോ ഒന്ന് വീണു, ഇത്തിരി ചോര വന്നു. അതിന് ഈ മമ്മി ഇവിടെ കിടന്ന് എന്ത് ബഹളായിരുന്നു. മോള് വാ. എന്താ പോലുള്ള മകളുടെ കല്യാണ കാര്യമൊക്കെ എന്തായി? ഒന്നും ആയില്ല സാർ. പട്ടാളത്തിൽ നിന്ന് അനന്തരവും വരുന്നുണ്ട്, അവൻ വരട്ടെ, അതുവരെ കാത്തിരിക്കാം. അത് ശരി. ഗോപി, ആ മൂന്നാമത് നില ബാക്കിയുണ്ടായിരുന്ന 4 റൂമും പൂശി കഴിഞ്ഞോ? അത് ഇന്നലെ തന്നെ കഴിഞ്ഞു ചേട്ടാ. എല്ലാം വൃത്തിയായിട്ട് ചെയ്യിക്കണം. നാളെ രാവിലെ 7 വരുന്നുണ്ട്. ആ ചേട്ടൻ കോട്ടേഴ്സ് പഠിക്കുന്ന സൈറ്റിൽ പോയിരുന്നു. ഞാൻ അവിടുന്നാണ് വരുന്നത്. ബാലൻ വന്നില്ലേ? അകത്തുണ്ട് ചേട്ടാ. ചെങ്ങന്നൂരിലെ സൈറ്റിലേക്ക് തടിയെത്തിയിട്ടില്ല. ബാലനോട് അതുവരെ ഒന്ന് ചെല്ലാൻ പറയണം. ശരി ചേട്ടാ. ഹോസ്പിറ്റലിന്റെ ടെൻഡർ ഒന്നല്ലേ, എനിക്ക് അന്വേഷിക്കാൻ കഴിഞ്ഞില്ല. നീ വരുന്ന വഴിക്കൊന്ന് അന്വേഷിച്ചിട്ട് വരണം. ആ പോവാം. ആ ബാലേട്ടാ, എന്താ ഗോപി? ചെങ്ങന്നൂരിലെ സൈറ്റിലേക്ക് ഇതുവരെ തടിയെത്തിയിട്ടില്ല. ഉടനെ അവിടെ വരെ പോവാൻ ബാലേട്ടനോട് ചേട്ടൻ പറഞ്ഞു. ശരി, ഞാനിപ്പോ തന്നെ പോവാം. ആ ചേട്ടാ, ബാലേട്ടൻ 2500 രൂപ ചോദിച്ചു. എന്നിട്ട് നീ കൊടുത്തോ? അതെങ്ങനെ കൊടുക്കുന്നത്? കഴിഞ്ഞ മാസം 1000 രൂപ കൂടുതൽ മേടിച്ചു. വീട്ടിൽ എന്തെങ്കിലും ആവശ്യത്തിലാണ്, നീ എന്താ കൊടുക്കാത്തത്? നമ്മുടെ അച്ഛനും ബാലന്റെ അച്ഛനും ബിസിനസ്സിൽ പാർട്ട്നേഴ്സ് ആയിരുന്നു. നമ്മുടെ അച്ഛൻ മരിച്ച ശേഷം അയാൾ നമ്മളെ വളരെ അധികം സഹായിച്ചിട്ടുണ്ട്. അയാളില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ നിലയിൽ എത്തുമായിരുന്നില്ല. ബാലനും ആദ്യം മുതൽക്കേ നമ്മുടെ കൂടെ. നീ നാളെ പോയി ആ കാശ് കൊടുത്തേക്ക്. ശരി ചേട്ടാ. ഡ്രൈവർ അങ്കിൾ, ഡ്രൈവർ അങ്കിൾ, ഡ്രൈവർ അങ്കിൾ. എന്റെ അമ്മേ, അത് എന്താ ആവശ്യത്തിന്? എന്തിനു? ഓ, ദേശമുണ്ട്, അഷ്ടമുണ്ട്. ഇന്നേ ഹോസ്പിറ്റലിന്റെ ജനറലിന്റെ കാര്യം എന്തായി? അത് നമുക്ക് തന്നെ കിട്ടിയേട്ടാ. ഗുഡ്. ചായ. ലക്ഷ്മി, ഹോസ്പിറ്റലിന്റെ ടെൻഡർ നമുക്ക് തന്നെ കിട്ടി. വേണ്ട, ചേട്ടത്ത് പിടിച്ചോളൂ. കുടിയടാ. Yes, yes.
ഓക്കെ സീ യു. സാർ ആ എന്തായി ജോണി, ഹോസ്പിറ്റലിന്റെ വർക്ക് നമുക്ക് തന്നെ കിട്ടിയല്ലോ. നമുക്ക് കിട്ടിയില്ല സാർ. കിട്ടിയില്ല എന്ന് പറയുന്ന എളുപ്പമാണ്. അത് കിട്ടാൻ എന്താണ് വേണ്ടത്? അത് ചെയ്യാമായിരുന്നു. സാറ് പറഞ്ഞ എമൗണ്ട് അല്ലേ ഞാൻ കോട്ട് ചെയ്ത്. പ്രഭാരം നമ്മളെക്കാൾ കുറഞ്ഞ എമൗണ്ട് കോട്ട് ചെയ്ത് വർക്ക് അയാൾക്ക് കിട്ടി. 10-40 ലക്ഷം രൂപയുടെ വർക്കിടാ പോയത്. നമ്മൾ കോട്ട് ചെയ്യുന്ന എമൗണ്ടിന് വർക്ക് നമുക്ക് കിട്ടണം. അത് നീ അവരെ കണ്ടുപിടിക്കണം. നിന്നെയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന എന്നെ പറഞ്ഞാൽ മതി.